വെൽക്കം ടു മൈ ചാനൽ ദ ലേഡി പ്രോഫറ്റ്. ഇന്നത്തെ റീഡിങ്ങിൻ്റെ ഇൻട്രോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം. അത് സ്കിപ്പ് ചെയ്തെന്ന് പറയാനുള്ള കാരണം ഇതിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് മുൻ ജന്മത്തിൽ നിങ്ങൾ ഉപാസിച്ച ഉപാസനാമൂർത്തി ആരാണെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഇത് നോക്കാൻ വേണ്ടിയിട്ട് കാർഡ് മാത്രം മതിയാകില്ല, കാർഡും വേണം. പക്ഷേ നിങ്ങളുടെ ജാതകം കൂടി നോക്കുമ്പോഴാണ് അത് മനസ്സിലാവുന്നത്. അതായത് ഒരാളുടെ ജാതകത്തിൻ്റെ 5ാം ഭാവത്തിൽ നോക്കിയാലാണ് ഇഷ്ടദേവത ആരാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അതിനെ പൂർവ്വ പുണ്യസ്ഥാനം എന്നാണ് പറയുന്നത്. അപ്പോൾ മുൻജന്മത്തിൽ നിങ്ങൾ ഉപാസിച്ച ദേവത, അതേപോലെ നിങ്ങൾ മുൻജന്മത്തിൽ ചെയ്ത കാര്യങ്ങൾ ഒക്കെ ഈ ഭാവം നോക്കിയിട്ടാണ് പറയുക. ഈ ഭാവത്തിലെ ഗ്രഹം ഏതാണെന്ന് നോക്കിയിട്ടാണ് ഇഷ്ടദേവതയെ കണ്ടെത്തുന്നത്. അതുപോലെ 9ാം ഭാവവും കൂടി നോക്കും. 9ാം ഭാവത്തിലാണ് ഈ ജന്മത്തിലെ ഭാഗ്യസ്ഥാനം, അതുപോലെ ആത്മീയ ഗുരു ആരാണെന്നുള്ള, ആത്മീയ ഗുരു എങ്ങനെയുള്ളതാണെന്നൊക്കെയുള്ള സൂചന ലഭിക്കുന്നത്. അതുപോലെ 12ാം ഭാവം കൂടി നോക്കും. 12ാം ഭാവം എന്ന് പറയുന്നത് നിങ്ങളുടെ ആത്മാവ് മുൻ ജന്മത്തിൽ നിന്ന് ഈ ജന്മത്തിലേക്ക് എന്തൊക്കെ പാഠങ്ങളാണ് കൊണ്ടുവന്നത് എന്നുള്ളത് പറയുന്നതാണ്. അതുപോലെ മോക്ഷത്തിൻ്റെയും ആത്മീയ വിടുതലിൻ്റെയും കാണിക്കുന്നതും ഈ ഒരു ഭാവമാണ്. അതുപോലെ ആത്മകാരകം കൂടി നോക്കും. ജാതകത്തിൽ ഏറ്റവും ഉയർന്ന ഡിഗ്രി ഉള്ള ഒരു ഗ്രഹത്തെയാണ് ആത്മകാരകം കാണിക്കുന്നത്. അപ്പോൾ ഇതിനെ കാരാംശം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കാരാംശം നോക്കിയാൽ നമുക്ക് 12ാം ഭാവത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ജീവൻ മുക്ത ദേവത ഏതാണെന്നുള്ളത് മനസ്സിലാവും. ജീവൻ മുക്ത ദേവത എന്ന് പറയുന്നത് നിങ്ങളെ മോക്ഷത്തിലേക്ക് നയിക്കുന്ന ദൈവം ഏതാണ്, ദേവത ഏതാണ്, അത് ഏത് രൂപത്തിലാണ്, ഭാവം എന്താണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജാതകത്തിനും കൂടി നോക്കിക്കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ഉപാസനാമൂർത്തി, നിങ്ങൾ ഉപാസിച്ച ദേവത ആരാണെന്നുള്ളതും നിങ്ങൾക്ക് മോക്ഷപ്രാപ്തിക്ക് വേണ്ട നിങ്ങൾ ഉപാസിക്കേണ്ട ദേവത ആരാന്നുള്ളതും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ആൻസർ കിട്ടും. അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ട് ഒരു പരിധിയുണ്ട്, ഒരു ലിമിറ്റേഷൻ ഉണ്ട് ഇതിന്. അപ്പോൾ ആ ഒരു ലിമിറ്റേഷനിൽ നിന്നിട്ട് വേണം നിങ്ങളിത് കേൾക്കാൻ. അതുകൊണ്ടാണ് ഇൻട്രോ മിസ് ചെയ്യരുത്, ഇൻട്രോ സ്കിപ്പ് ചെയ്യരുത് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിലേത് പൈലാണോ നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നുന്നത് അത് ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വീഡിയോ കാണാം. കൃഷ്ണ, സീത, ബോട്ടം കാർഡ് യമാസ് ആണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഹൗസ് പ്രോഗ്രസ്, ലിബ്ര, സാറ്റേൺ, വീനസ്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്സ്. അപ്പം നോക്കുന്നത് മുൻ ജന്മത്തിൽ നിങ്ങളുടെ ഉപാസനാമൂർത്തി ആരാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഒന്നുകിൽ ദുർഗാദേവിയെ, അതല്ലെങ്കിൽ ദുർഗാദേവിയുടെ ഏതെങ്കിലും ഭാവത്തെ ഉപാസിച്ച ഒരാളായിരിക്കും. മഹാലക്ഷ്മിയെ ഉപാസിച്ച ഒരാളാവാനും ഇവിടെ ചാൻസ് കാണിക്കുന്നുണ്ട്. അപ്പം നമ്മളുടെ ആത്മീയ യാത്ര എന്ന് പറയുന്നത് ഈ ജന്മത്തിലോ അതല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിലോ തുടങ്ങുന്നതല്ല. നമ്മൾ എത്ര ജന്മങ്ങൾ എടുത്തിട്ടുണ്ടോ ആ ജന്മങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു വരുന്നൊരു വ്യക്തികളാണ്. അപ്പോൾ പല ജന്മങ്ങളിൽ പല ദൈവത്തിൻ്റെ പല രൂപങ്ങളെ നമ്മൾ ഉപാസിച്ച ആൾക്കാരായിരിക്കും. അപ്പോൾ നിങ്ങൾ കടന്നു വന്ന ജന്മങ്ങളിൽ നിങ്ങൾ ഈ 2 ദേവതകളെ ഉപാസിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിങ് നോക്കാം. ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് യമാസ് എന്ന് പറയുന്ന ഒരു കാർഡാണ് വന്നിരിക്കുന്നത്. അത് കാണിക്കുന്നത് നിങ്ങൾ മുൻജന്മത്തിൽ നിങ്ങൾ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനും, അതായത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് നമ്മുടെ കാമക്രോധാദികളൊക്കെ നിയന്ത്രിച്ച് വന്നൊരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. അതുമാത്രമല്ല ഇതൊരു അച്ചടക്കത്തെ കൂടി സൂചിപ്പിക്കുന്നതാണ്. അതായത് കൃത്യമായിട്ടുള്ള ഒരു ആത്മീയ നിഷ്ഠയിലൂടെയുള്ള ഒരു ജീവിതമായിരുന്നു. അതുപോലെ നിങ്ങളുടെ ഉപാസനാമൂർത്തിൻ്റെ ഒരു ഇതനുസരിച്ച് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ട ആത്മീയ ചിട്ടകൾ ഉണ്ടാകും. അതൊക്കെ കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്ത് വന്ന ഒരു സോളായിട്ടാണ് വന്നത്. നിങ്ങളുടെ മുൻജന്മത്തിൽ നിങ്ങളൊരു സാധാരണ ഒരു ആരാധകൻ മാത്രമല്ല, മറിച്ച് നിങ്ങളൊരു യോഗി തത്വം ഫോളോ ചെയ്യുന്ന ഒരു സോളായിട്ടാണ് ജീവിച്ച് വന്നത് എന്നുള്ളതാണ് ഇവിടെ വന്നത്. അതുപോലെ അത് ജീവിതത്തിൽ പകർത്തിയിട്ടുള്ളൊരു വ്യക്തിയും കൂടിയായിരുന്നു.
അതായത് നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള മര്യാദകളൊക്കെ ഇവിടെ യമനിയമങ്ങൾ, അഷ്ടാംഗ യോഗയിലെ യമനിയമങ്ങളിലെ യമാസാണ് ബോട്ടം ഓഫ് ദ ഡെക്ക്. അപ്പോൾ അത് സമൂഹത്തോട് പാലിക്കേണ്ട മര്യാദയാണ് കാണിക്കുന്നത്. അങ്ങനെ സമൂഹത്തിലൊക്കെ ഒരു സ്ഥാനവും അതുപോലെ അവിടെ കൃത്യമായിട്ടുള്ളൊരു വ്യക്തിത്വം ഉള്ളൊരു വ്യക്തിയായിരുന്നു. അതുപോലെ പല കാര്യങ്ങളും നിങ്ങൾ ചിട്ടയോടെ തന്നെ ഫോളോ ചെയ്തൊരു വ്യക്തിയായിരുന്നു. ഉപാസന കൃത്യമായിട്ട് ഫോളോ ചെയ്ത വ്യക്തിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ബാക്കി പത്രമാണ് ഈ ഒരു ലൈഫിൽ നിങ്ങൾക്ക് വരുന്നത്. അതായത് കഴിഞ്ഞ ബേർത്തിലൊക്കെ നിങ്ങൾ ദൈവത്തിൻ്റെ പല രൂപങ്ങളെയായിരിക്കും ഉപാസിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഈ ഒരു ബേർത്തിൽ ദൈവത്തിൻ്റെ എല്ലാ രൂപങ്ങളും എല്ലാം ഒന്നാണ് എന്നുള്ളൊരു തിരിച്ചറിവിലേക്കാണ് നിങ്ങൾ ഈ ബേർത്തിലേക്ക് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ലിബ്ര എന്നും വീനസ് എന്നും പറയുന്ന ഒരു കാർഡ് വന്നിട്ടുണ്ട്. തുലാം രാശിയെ അതുപോലെ വീനസ്, ശുക്രനെ കുറിക്കുന്ന കാർഡാണ്. അപ്പോൾ ഈ ഒരു കാർഡിൽ വരുമ്പം ഉപാസനാമൂർത്തി മഹാലക്ഷ്മീൻ്റെ ഏതെങ്കിലും ലളിതാംബിക ഭാവമായിരിക്കാം, അതല്ലെങ്കിൽ ദുർഗാദേവിയുടെ. ഇവിടെ ഈ ഓവറോൾ എനർജി നോക്കുമ്പോൾ ദുർഗാദേവീൻ്റെ ഒരു പ്രസൻസാണ് ഒരുപാട് അധികം വരുന്നത്. ദുർഗാദേവിയുടെ ഏതെങ്കിലും ഒരു ഭാവത്തെ ഉപാസിച്ചതായിട്ട്. അതായത് മുൻ ജന്മത്തിൽ നിങ്ങളൊരു കലാപരമായിട്ടുള്ള എന്തെങ്കിലും കഴിവുകളുള്ള ഒരു വ്യക്തിയായിരിക്കും. നിങ്ങൾ ഏത് കലയിലാണോ ഉള്ളത് ആ കലയെ നിങ്ങൾ ഭക്തിയിലൂടെയാണ് കൈകാര്യം ചെയ്തതെന്നാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് കൃഷ്ണ എന്ന് പറയുന്ന കാർഡ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കൃഷ്ണ എന്ന് പറയുന്ന കാർഡ് ഈ വീനസ് എന്ന് പറയുന്ന കാർഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ഈ രണ്ട് കാർഡും കമ്പൈൻ ചെയ്യുമ്പോൾ വരുന്നത് അൺകണ്ടീഷണൽ ലവും അതുപോലെ ആ ഒരു ഭക്തിൻ്റെ ഒരു പീക്കിലുള്ളൊരു കാർഡാണ്. ഈ ഭക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ കഴിവിൽ, നിങ്ങൾക്ക് ആ ഒരു ബേർത്തിൽ എന്തോ ഒരു ടാലൻ്റ് ഉണ്ടായിരുന്നു, ആ ടാലൻ്റാണ് ഭക്തിയിലൂടെ വന്നത് എന്നുള്ളതാണ്. അതായത് ആ ടാലൻറ്റ് നിങ്ങൾക്ക് ഭക്തിയിലൂടെയാണ് പുറത്തോട്ടേക്ക് വന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുമ്പോഴും നിങ്ങളുടെ ടാലൻറ്റ് ഒരു ചിത്രം വരക്കാനോ അല്ലെങ്കിൽ പാട്ടോ ഡാൻസോ അങ്ങനെ എന്തായാലും അത് ഭക്തിയിലൂടെയാണ് നിങ്ങൾ ചെയ്തത് എന്നുള്ളതാണ് ഇവിടെ വന്നത്. അതുകൊണ്ട് ഈ ഒരു ബേർത്തിലും നിങ്ങൾക്ക് കലാപരമായിട്ടുള്ള കാര്യങ്ങളോട് കുറച്ച് താല്പര്യം കൂടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഈ ഒരു ബേർത്തിലും നിങ്ങൾക്ക് ഒരു ശുക്രൻ്റെയും അതുപോലെ വീനസിൻ്റെയും ഒരു എനർജി ഇൻവോൾവ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ സാറ്റേൺ ശിവ എന്ന് പറയുന്ന ഒരു കാർഡ് വന്നിട്ടുണ്ട്. ശനി കർമ്മത്തിൻ്റെയും അതുപോലെ ഡിസിപ്ലിൻ്റെയും ഒരു ഗ്രഹമാണ്. നമ്മൾ നമ്മുടെ കർമ്മ ഡീൽ ചെയ്യുന്ന സമയത്താണ് ഈ ശനീൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് നമ്മുടെ ലൈഫിൽ വരുന്നത്. അപ്പോൾ ഇവിടെ ഉപാസനാമൂർത്തിയായിട്ടല്ല ശിവൻ വന്നിട്ടുള്ളത്. ഇത് കാണിക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു കഠിനമായിട്ടുള്ളൊരു തപസ്സോ അല്ലെങ്കിൽ ചിട്ടയായിട്ടുള്ളൊരു ഉപാസനയോ ചെയ്തിട്ടുള്ള ഒരാളാണ് എന്നുള്ളതാണ് ഈ രണ്ട് കാർഡ് ഇവിടെ കാണിക്കുന്നത്. അത് തന്നെയാണ് ആ ഒരു ബോട്ടം ഓഫ് ദ ഡെക്കിൽ യമാസിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. കൃത്യമായിട്ടുള്ള ചിട്ടകളെ ഫോളോ ചെയ്ത് വന്ന ഒരു സോളാണ് എന്ന്. അത് തന്നെയാണ് ഇവിടെ ശിവ എന്ന് പറയുന്ന കാർഡും അതുപോലെ സാറ്റേൺ എന്ന് പറയുന്ന കാർഡും പറയുന്നത്. ഇത് രണ്ടും നിങ്ങളുടെ ഒരു ഭാവത്തെ കൂടി കാണിക്കുന്നത്. അതായത് ശനി അനീതിയെ എതിർക്കുന്ന ഒരു ഗ്രഹമായതുകൊണ്ടും അതുപോലെ ശിവ എന്ന് പറയുന്നത് ഒരു രുദ്രഭാവമുള്ള ശിവന്റെ രുദ്രഭാവത്തെ ആണ് ഇവിടെ കാണിക്കുന്നത്. അത് നിങ്ങൾ ഈ പാലിക്കുന്ന മര്യാദകൾ, അതായത് യമാസ് എന്ന് പറയുമ്പം സമൂഹത്തിൽ പാലിക്കേണ്ട മര്യാദയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ സമൂഹത്തിൽ ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ അതിനെ എതിർക്കുന്ന രീതിയിലുള്ള ഒരു എനർജി നിങ്ങളിൽ ഓട്ടോമാറ്റിക്കലി വരുമായിരുന്നു. അത് ഈ ശിവന്റെ രുദ്രഭാവത്തെയാണ് കാണിക്കുന്നത്. പിന്നെ ഈ ഒരു കൃഷ്ണ എന്ന് പറയുന്ന കാർഡും അവിടെ ഉപാസനാമൂർത്തിയല്ല കാണിക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ ഉപാസനാമൂർത്തിയെ കണ്ട ഭാവം, ആ ഭാവത്തെയാണ് കാണിക്കുന്നത്. അതായത് ഒരു ഭയത്തോടെയല്ല അത് കാണിക്കുന്നത്. മീരാബായി എങ്ങനെയാണോ ആ ഒരു കൃഷ്ണനെ സമീപിച്ചത്, കൃഷ്ണനെ കണ്ടത്, അതൊരു പ്രണയത്തിലാണ് അല്ലേ, അതേ ഒരു വികാരമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഉപാസനാമൂർത്തിയോട് ഉണ്ടായിരുന്നത് എന്നുള്ളത്. പ്രണയം എന്ന് പറയുമ്പം എല്ലാറ്റിനെയും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തലമാണ്. അപ്പോൾ ആ ഒരു തലത്തിൽ, അതായത് എല്ലാറ്റിനെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന നിങ്ങളുടെ ഉപാസനാമൂർത്തി നിങ്ങളെ പരീക്ഷിക്കുമ്പോഴും നിങ്ങളെ കഠിനമായ വേദനകളിലൂടെ കൊണ്ടുപോകുമ്പോൾ, കഠിനമായിട്ടുള്ള എക്സ്പീരിയൻസ് ലെസണിലൂടെ കൊണ്ടുപോകുമ്പോൾ അതിനെല്ലാം നിങ്ങൾ അംഗീകരിച്ചിരുന്നു എന്നുള്ളതാണ് ആ ഒരു കൃഷ്ണ എന്ന് പറയുന്ന ഭാവത്തെ കാണിക്കുന്നത്. അതൊരു ഭാവത്തെയാണ് കാണിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഉപാസനാമൂർത്തിയെ ഏത് ഭാവത്തിലാണ് കണ്ടത് എന്നുള്ളത്. അത് ഭയത്തോടെ അല്ല. ചിലർ ഭയത്തോടെ ആയിരിക്കും കാണുക. എന്തെങ്കിലും ഉപാസന ചെയ്യുമ്പോൾ അതിൻ്റെ ചിട്ടകൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ ചിലർക്ക് ഭയം ഉണ്ടാകും, അയ്യോ തെറ്റിപ്പോയോ എന്നുള്ളത്. പക്ഷെ അങ്ങനെയൊരു നിങ്ങൾ ചിട്ടകൾ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങൾ കാണുന്ന ഭാവം പ്രണയഭാവത്തിലായതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഫിയർ അവിടെ ഇല്ലായിരുന്നു. അത് തന്നെ പല രൂപത്തിൽ ആ ഒരു ഉപാസനാമൂർത്തിയെ കാണിക്കുന്നുണ്ട്. മാതൃരൂപത്തിൽ, അതുപോലെ ഫ്രണ്ടായിട്ട്, അങ്ങനെ എല്ലാം കൂടി ചേർന്നൊരു ഭാവമാണ് പ്രണയം വരുന്നത്. അപ്പം എല്ലാം കൂടി ചേർന്നൊരു ഭാവത്തിലാണ് നിങ്ങൾ ആ ഒരു ഉപാസനാമൂർത്തിയെ കണ്ടത് എന്നുള്ളത്, ഉപാസിച്ചത് എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. നെക്സ്റ്റ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഫസ്റ്റ് ഹൗസ് എന്ന് പറയുന്ന കാർഡാണ്. ഈ ഒരു കാർഡിൽ നിങ്ങളുടെ ആത്മാവിൻ്റെ, അതായത് മുൻജന്മങ്ങളിൽ നിന്ന് വളർന്ന് ഒരു സ്വയം തിരിച്ചറിവിലേക്ക് വരുന്നൊരു ഘട്ടത്തിൽ
ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ദൈവത്തിൻ്റെ പല ഭാവങ്ങളെ ഉപാസിച്ച, പല ജന്മങ്ങളിൽ പല ഭാവങ്ങളെ ഉപാസിച്ച ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ഈ ജന്മത്തിൽ ആ ഭാവങ്ങളെല്ലാം ഒന്നാണെന്നുള്ള തിരിച്ചറിവിലേക്ക്, ഒരു സെൽഫ് റിയലൈസേഷനിലേക്ക് വരുന്നൊരു സമയത്താണ് ഈ ഫസ്റ്റ് ഹൗസ് എന്ന് പറയുന്ന കാർഡ് വരുന്നത്. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, മുന്നേ നിങ്ങൾ ആ മൂർത്തിയെ അറിയാനും ആ മൂർത്തിയുടെ സ്നേഹത്തിന് വേണ്ടിയിട്ടായിരുന്നു പല ജന്മങ്ങളിലായിട്ട് നിങ്ങൾ ഉപാസന ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു ബേർത്തിൽ നിങ്ങളുടെ ഒരു യാത്ര എന്ന് പറയുന്നത് ഞാൻ ആരാണെന്നുള്ള സ്വയം തിരിച്ചറിവിലേക്ക് വരാനുള്ള ഒരു യാത്രയാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ഭാവങ്ങളും ഒന്നാണ് എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് ഈ ഒരു ബേർത്തിൽ നിങ്ങൾ വരുന്നത്. ഈ ഒരു ബേർത്ത് എന്ന് പറയുന്നത് ആ തിരിച്ചറിവിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരാണെന്നുള്ള ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. അതിൻ്റെ ആൻസർ നേടിയിട്ടായിരിക്കും നിങ്ങൾ പല പ്രാക്ടീസും ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബേർത്ത് അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം കഴിഞ്ഞൊരു ബേർത്തിലെ ബാക്കി പത്രം തന്നെയാണ്. കഴിഞ്ഞൊരു ബേർത്തിൽ നിങ്ങൾ ഈ ഒരു ഉപാസന മൂർത്തിയിലൂടെ ഒക്കെ കടന്നു വന്ന ആളാണ്. ഈ ഒരു ബേർത്തിലും ഈ മൂർത്തിയിലൂടെ ഒക്കെ കടന്നു വരും. അതിൻ്റെ ഒരു പീക്ക് പോയിന്റിലെത്തുമ്പോൾ നിങ്ങൾ ആരാണെന്നുള്ളൊരു കാര്യം നിങ്ങളവിടെ തിരിച്ചറിയും. പിന്നെ ഈ ഒരു ബേർത്തിൽ നിങ്ങൾ ഏത് ദൈവത്തെ ആരാധിച്ചാലും അത് നിങ്ങളുടെ ഉള്ളിലെ ദൈവീകത കണ്ടെത്താനാണ് എന്നുള്ളൊരു ബോധം കൂടി വരും. അത് പുറത്തല്ല, അകത്താണ് ഉള്ളത് എന്നുള്ളൊരു ബോധം ഈ ഒരു ബേർത്തിൽ വരുന്നതായിട്ടും ആ ഒരു ശക്തിയിൽ വിശ്വസിച്ച് മുന്നോട്ടേക്ക് പോകുന്നതായിട്ടും ഈ ഒരു ബേർത്തിൽ വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ശനിയും അതുപോലെ ശിവൻ എന്ന് പറയുന്ന, സാറ്റേൺ എന്ന് പറയുന്ന കാർഡും ശിവ എന്ന് പറയുന്ന കാർഡും ഒരു പ്രത്യേകമായിട്ടുള്ളൊരു എനർജി കാണിക്കുന്നുണ്ട്. അതായത് കർമ്മശുദ്ധിയെ കാണിക്കുന്നുണ്ട്. ഈ ഒരു ബേർത്തിൽ നിങ്ങൾ എത്ര ജന്മം എടുത്തിട്ടുണ്ടോ ആ ബേർത്തിലുള്ള കർമ്മശുദ്ധി മുഴുവൻ ഈ ഒരു ബേർത്തിൽ നടക്കുന്നതായിട്ടും, അതുപോലെ ഈ ഒരു ബേർത്തിൽ കഠിനമായിട്ടുള്ള കുറച്ച് വിഷമഘട്ടങ്ങളിലൂടെ കടന്നു വരേണ്ടി വരും. കാരണം സാറ്റേൺ വരുമ്പോൾ കഴിഞ്ഞ ബേർത്തിൽ സാറ്റേണും ശിവയും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കാർഡും ഒരുമിച്ച് വരുമ്പോൾ കുറച്ച് കഠിനമായിട്ടുള്ള എക്സ്പീരിയൻസിലൂടെ ഒക്കെ കടന്നു വന്നിട്ടായിരിക്കും നിങ്ങൾക്ക് ആ ഒരു തിരിച്ചറിവ്, എന്താണോ നിങ്ങൾ ഈ ബേർത്തിൽ അറിയാനുള്ളത്, ആ ഒരു തിരിച്ചറിവ് നിങ്ങളിലേക്ക് വരുന്നത്. പിന്നെ കൃഷ്ണ എന്ന് പറയുന്ന കാർഡും സീത എന്ന് പറയുന്ന കാർഡും കണക്റ്റഡ് ആണ്. കൃഷ്ണ ആ ഒരു പരമഭക്തിയെ, നിങ്ങൾ ദേവതയെ കാണുന്നത് ഏത് ഭാവത്തിലാണ് എന്നുള്ളതും, അതുപോലെ സീത എന്ന് പറയുന്നത് സഹനശക്തിയെയാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ സാറ്റേണും ശിവയും വരുമ്പോൾ കർമ്മശുദ്ധി നടക്കും ഞാൻ പറഞ്ഞത്. ഈ കർമ്മശുദ്ധി നടക്കുമ്പം അത്രയും സഹനശക്തി വേണം. ഈ സഹനശക്തി സീത എന്ന് പറയുന്ന ഒരു എനർജിയാണ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ബാഡ് എക്സ്പീരിയൻസിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അപാരമായിട്ടുള്ള ഒരു സഹനശക്തി നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടാവും. എങ്ങനെയാണ് നിങ്ങളിത് സഹിക്കുന്നത് എന്നുള്ളൊരു, എങ്ങനെയാണ് നിങ്ങളിത് കടന്നു വന്നത് എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാകും. അത് വരുന്നത് ഈ സീത എന്ന് പറയുന്ന ഒരു എനർജി നിങ്ങളുടെ ഉള്ളിൽ ആക്റ്റീവ് ആയതുകൊണ്ടാണ്. ആ സഹനശക്തി നിങ്ങളിലേക്ക് വന്നത് എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. അത് വന്നിരിക്കുന്നത് കഴിഞ്ഞ ബേർത്തിൽ നിങ്ങൾ കൃത്യമായിട്ടുള്ള ചിട്ട ഫോളോ ചെയ്ത് വന്ന ഒരു സോൾ ആയതുകൊണ്ടാണ് ഈ സീത എന്ന് പറയുന്ന ഭാവം നിങ്ങളുടെ ഉള്ളിൽ ആക്റ്റീവ് ആയത്. പിന്നെ നിങ്ങൾ മുൻ ജന്മത്തിൽ ആരാധിച്ചു വരുന്ന എല്ലാ ദൈവങ്ങളും എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൈവങ്ങളുണ്ട് എന്നല്ല, ആ ദൈവത്തിൻ്റെ പല ഭാവങ്ങളും ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. അപ്പം അത് സ്വയം തിരിച്ചറിയുന്ന ഘട്ടത്തിലൂടെയാണ് ഇപ്പം നിങ്ങൾ കടന്നു പോകുന്നത്. അതാണ് ഈ പ്രോഗ്രഷൻ എന്ന് പറയുന്ന കാർഡ് കാണിക്കുന്നത്. അതായത് ഓരോ സമയം, ഓരോ ദിവസവും നിങ്ങളിൽ ആ ഒരു പ്രോഗ്രഷൻ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ആ പഴയ ജന്മത്തിൽ നിങ്ങൾ ഉപാസിച്ചിരുന്ന ആ ഒരു എനർജി ആക്ടിവേഷൻ നിങ്ങൾ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം നിങ്ങളുടെ എനർജി ഉള്ളത് ഫസ്റ്റ് ഹൗസിൻ്റെ എനർജിയാണ്. അതായത് ഒന്നാം ഭാവത്തിൻ്റെ വികാസത്തിലാണ് ഉള്ളത് എന്നാണ്. ശിവൻ്റെ അനുഗ്രഹമുണ്ട്. അതുപോലെ മുൻജന്മം മുതലേ ഉള്ളിലുള്ള ഒരു അഗ്നിയുണ്ട്. അത് ജ്വലിക്കേണ്ട ഒരു സമയം കൂടി ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് പുതിയൊരു തലത്തിലോട്ടേക്ക് ഈ സമയത്ത് കടക്കുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് പല ബോധ്യങ്ങളും വരും. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റീഡിങ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ലളിത ത്രിപുര സുന്ദരി, കുണ്ടലിനി, കാളി, ബോട്ടം കാർഡ് ധാരണയാണ് വന്നിരിക്കുന്നത്. നോട്ട് ജെമിനി, 9th house. സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തവരുടെ കാർഡാണ്
ഇതൊക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്സ്. ഈ റീഡിങ് കുറച്ച് ഇൻറ്റൻസ് ആയിട്ടുള്ള റീഡിംഗ് ആണ്. ത്രിപുര സുന്ദരി, കുണ്ടലിനി, കാളി, ഈ 3 കാർഡ് ഒരുമിച്ച് വരുക എന്ന് പറയുന്നത് എനർജി അത്രയും ഇൻറ്റൻസ് ആയിട്ടാണ് ഉള്ളത് എന്നാണ് വന്നത്. അപ്പോൾ ഈ ഒരു നിങ്ങൾ അതിശക്തനായ ഒരു ദേവി ശക്തി ഉപാസകനായിരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ബർത്തിൽ നിങ്ങൾ അതിശക്തനായിട്ടുള്ള ഒരു ശക്തി ഉപാസന ചെയ്തൊരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. അതായത് ത്രിപുര സുന്ദരീൻ്റെ സൗമ്യഭാവം അതുപോലെ കാളിദേവീൻ്റെ രൗദ്രഭാവം ഒരുമിച്ച് നിങ്ങളുടെ ഏതൊക്കെയോ ലൈഫിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബർത്തിലും നിങ്ങൾ ആ ഒരു എനർജിയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. കുണ്ടലിനി ഉണർത്താനുള്ള പല വിദ്യകളും രഹസ്യമായിട്ട് ചെയ്തൊരു വ്യക്തിയായിട്ടാണ് വരുന്നത്. കാളി ഉപാസനയൊക്കെ അതിരഹസ്യമായിട്ട് ചെയ്ത ഒരു ഉപാസകനാണ് നിങ്ങൾ എന്നുള്ളതാണ് കാണിക്കുന്നത്. രഹസ്യ ഉപാസകനോ അതല്ലെങ്കിൽ നിശബ്ദ ഉപാസകനോ ആയിട്ടാണ് നിങ്ങളുടെ എനർജി വന്നത്. ഏകാന്തതയിൽ ഉപാസിക്കുന്ന ഒരു വ്യക്തിയോ രഹസ്യമായി ഉപാസിക്കുന്ന ഒരു വ്യക്തിയോ ആണ് നിങ്ങൾ. അത് കാളി ദേവിയാണ് നിങ്ങൾ കൂടുതലായിട്ടും ഉപാസിച്ചിരുന്നത്. 2 ഉപാസിച്ചിട്ടുണ്ട്. ത്രിപുര സുന്ദരീൻ്റെ ശ്രീവിദ്യ ഉപാസകനായിരിക്കാം. ശ്രീവിദ്യൻ്റെ ഹയർ തലത്തിൽ എത്തിയൊരു വ്യക്തിയായിട്ടാണ് കഴിഞ്ഞ ബർത്തിൽ നിങ്ങൾ വന്നിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ബർത്തിലും നിങ്ങൾ ശ്രീവിദ്യ ഉപാസകനായിരിക്കും. അതുപോലെ കാളി ദേവീൻ്റെ രൗദ്രഭാവത്തെയും ഉപാസിച്ചിട്ടുണ്ട്. അത് വളരെ സൂക്ഷ്മമായിട്ട് നിങ്ങൾ പല വിദ്യകളും ഇതിലൂടെ ചെയ്തിട്ട് പല സിദ്ധികളും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. ഈ കുണ്ടലിനിയൊക്കെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇത് 3ഉം ഒരുമിച്ച് വരുക എന്ന് പറയുന്നത് റയറാണ്. ഇത് 3ഉം ഒരുമിച്ച് വന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയോ സിദ്ധി ആ ഒരു ബർത്തിൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് കുറച്ച് ആഴത്തിലുള്ളൊരു എനർജിയാണ്. റീഡ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. തന്ത്ര രീതിയിൽ പോയൊരു വ്യക്തിയാണ്. അതുപോലെ ആത്മീയ ഉണർവൊക്കെ അതിശക്തമായിട്ട് വന്നൊരു ഉപാസകനായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾ കഴിഞ്ഞ ബർത്തിൽ തന്നെ ആ ഒരു ആത്മാവിൻ്റെ തലം സ്പർശിച്ച ഒരാളാണ്. അതായത് ഈ കാണുന്ന പ്രാക്ടീസസ് ഒക്കെ ഒരു സ്പിരിച്വൽ ഇല്യൂഷനാണ് എന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ്. ആ ഒരു ഇല്യൂഷൻ്റെ തലത്തിൽ നിന്ന് ഇപ്പം നമ്മളൊരു സ്പിരിച്വൽ ജേർണിയിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഈ ചെയ്യുന്ന പ്രാക്ടീസസ് ഒക്കെ ആണ് യാഥാർത്ഥ്യം. ഈ മെറ്റീരിയലിസ്റ്റിക് ലൈഫിനെയാണ് എല്ലാവരും ഒരു മായയായിട്ട് കാണുന്നത്. അതുപോലെ ഈ മെറ്റീരിയലിസ്റ്റിക് ലൈഫ് എന്ന് പറയുന്നത് ഇല്യൂഷൻ്റെ ഒരു ഭാഗമാണ്. ബാക്കി ഒരു ഭാഗം സ്പിരിച്വൽ ഇല്യൂഷൻ ഉണ്ട്. അപ്പം ആ സ്പിരിച്വൽ ഇല്യൂഷൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ആത്മാവിൻ്റെ നിങ്ങളുടെ ആ ഒരു സ്വരൂപത്തെ സ്പർശിച്ച ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ബർത്തിൽ നിങ്ങൾക്ക് സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഒക്കെ കുറച്ച് ഹൈ ലെവലിലായിരിക്കും. നിങ്ങളുടെ സ്വപ്നത്തിലും അതുപോലെ നിങ്ങളുടെ എനർജിയൊക്കെ ഭയങ്കര ഇൻറ്റൻസ് ആയിരിക്കും. സ്വപ്നത്തിലൊക്കെ നിങ്ങൾക്ക് പല കാര്യങ്ങളും കാണാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ നോക്കിയാൽ തന്നെ മെഡിറ്റേഷൻ്റെ സമയത്തൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എനർജി പ്രസൻസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവും. ഇതൊക്കെ നിങ്ങളുടെ മുൻജന്മത്തിലെ ആ ഉപാസനൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അപ്പം അങ്ങനെയുള്ള അത്രയും അതിശക്തമായിട്ടുള്ളൊരു ഉപാസന ഇതിലൂടെ ക്രമത്തിലൂടെ കടന്നു വന്നൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഈ ഒരു ബർത്തിൽ നിങ്ങൾക്ക് സ്പിരിച്വൽ കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കാനും അതുപോലെ ധ്യാനത്തിലേക്ക് പെട്ടെന്ന് തന്നെ പോവാനും ആ ഒരു തീറ്റ ആൽഫ എന്നുള്ള സ്റ്റേജിലൊക്കെ പെട്ടെന്ന് എത്താനും നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. അതുപോലെ ഇതൊക്കെ സ്പിരിച്വൽ ഇല്യൂഷനാണ്. മുന്നിൽ കാണുന്നതൊക്കെ മെറ്റീരിയലിസ്റ്റിക് ഇല്യൂഷൻ പോലെ. മെറ്റീരിയലിസ്റ്റിക് ഇല്യൂഷൻ മാരേജ്, എഡ്യൂക്കേഷൻ, കരിയർ, ഇതൊക്കെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഇല്യൂഷനാണ്. അപ്പോൾ അതുപോലെ സ്പിരിച്വൽ ആയിട്ടുള്ള ഇല്യൂഷനിലാണ് ഉള്ളത് എന്നുള്ളതും നിങ്ങൾക്ക് തിരിച്ചറിവ് വരും. അത് കുറച്ച് കഴിഞ്ഞാൽ വരും നിങ്ങൾക്ക്. അത്രയും ഒരു പീക്കിലെത്തിയ ഒരു എനർജിയാണ് ഈ ത്രിപുര സുന്ദരി, കാളി, കുണ്ടലിനി. ഇത് ദൈവിക സ്ത്രീ ശക്തിൻ്റെ ഒരു അഘോര രൂപങ്ങളും കൂടി നിങ്ങൾ കണ്ടിട്ടുണ്ട്. ആ ദൈവികമായിട്ടുള്ള സ്ത്രീ ശക്തിൻ്റെ രൂപവും നിങ്ങൾ കണ്ടിട്ടുണ്ട്. സ്ത്രീ ശക്തിൻ്റെ അഘോര രൂപങ്ങളും നിങ്ങൾ കണ്ട ഒരു സോളായിട്ടാണ് വന്നത്. അതുകൊണ്ടാണ് ഈ ഒരു 3 കാർഡ് ഇവിടെ ഒരുമിച്ച് വന്നത്. കുണ്ടലിനി ഉണർത്താനുള്ള പല സാധനങ്ങളും ചെയ്തൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബർത്തിൽ നിങ്ങൾക്ക് ആ ഒരു പഴയ ഉപാസനേൻ്റെ ബാക്കിയായിട്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാനും കാണാനും പറ്റും. ഈ 12th ഹൗസ് അതുപോലെ 9th ഹൗസ് എന്ന് പറയുന്ന കാർഡ് വന്നിരിക്കുന്നത് ആത്മീയതേൻ്റെയും ഭാഗ്യത്തിൻ്റെയും ചില ഭാവങ്ങളെ കാണിക്കുന്ന ഒരു കാർഡാണ്. അപ്പോൾ ഈ ഒരു 12th ഹൗസ് എന്ന് പറയുന്നത് മോക്ഷത്തിൻ്റെയും അതുപോലെ അദൃശ്യ ലോകത്തെയും സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ്. മുൻജന്മത്തിൽ ഏകാന്തമായിട്ട് ഇരുന്ന് ധ്യാനിച്ച ഒരു വ്യക്തിയാണ്. അതാണ് ഈ ധാരണ എന്ന് പറയുന്ന ഒരു കാർഡ് ബോട്ടം ഓഫ് ദ ഡക്ക് വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഈ ഒരു ബർത്തിലും നിങ്ങൾക്ക് ഏകാന്തതയിലൂടെയാണ് നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്ത് വരിക. കുറേ ഒരുപാട് എനർജീസ്, ഒരുപാട് പ്രാക്ടീസസ്, ഇതൊന്നും നിങ്ങൾക്ക് ചേരുന്ന കാര്യമല്ല. ഏകാന്തത, ഒറ്റ കാര്യത്തിൽ മാത്രം ഫോക്കസ് കൊടുത്ത് ഏകാന്തതയിൽ ചെയ്യുന്ന കാര്യമാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുക. അതുപോലെ കഴിഞ്ഞ ബർത്തിൽ നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹവും ഭാഗ്യവും ഒരുപോലെ ഉണ്ടായൊരു വ്യക്തിയാണ്. അത് സ്പിരിച്വൽ നിങ്ങളുടെ ഉപാസനയ്ക്ക് പൂർണ്ണമായിട്ടുള്ള ദൈവിക പിന്തുണയും കിട്ടിയൊരു വ്യക്തിയാണ്.
നിങ്ങൾ അങ്ങനെ അവിടുന്ന് ഇവിടുന്നും കിട്ടിയ മന്ത്രങ്ങളൊക്കെ എടുത്ത് ജപിച്ച ഒരു വ്യക്തിയായിരുന്നില്ല. പൂർണ്ണമായിട്ടുള്ള ദൈവിക പിന്തുണയോടെ ഉപാസിച്ച ഒരു വ്യക്തിയായിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബർത്തിലും നിങ്ങൾക്ക് ഒരു ഗുരു ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എവിടുന്നോ നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു ആത്മീയ പിന്തുണ ഏതോ ഒരു ശക്തിയിൽ നിന്ന്, നിങ്ങൾ മുന്നേ ഉപാസിച്ച ശക്തിയിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. നിങ്ങളുടെ ബോഡിയിലൊക്കെ എന്തെങ്കിലും പ്രത്യേക ചിഹ്നങ്ങളോ സിമ്പൽ പോലെ എന്തെങ്കിലും കാര്യങ്ങളോ മറ്റുള്ളവർക്ക് ഇല്ലാത്ത എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയിലൊക്കെ എന്തെങ്കിലും കാണാൻ പറ്റും. അതൊക്കെ അതിൻ്റെ ഒരു സിമ്പിളായിട്ട് ഈ ഒരു ബർത്തിൽ നിങ്ങൾക്ക് വന്നതാണ്. നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ജേണി അതിൻ്റെ ഒരു അവസാന ഭാഗത്തോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഫുൾഫിൽ ആയിട്ടില്ലെങ്കിലും അതിൻ്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാര്യങ്ങൾക്ക് എന്താണ് സ്പിരിച്വാലിറ്റി എന്നുള്ളൊരു തിരിച്ചറിവ്, ആ സ്പിരിച്വൽ ഇല്യൂഷനൊക്കെ എന്താണെന്നുള്ള തിരിച്ചറിവ് വന്നൊരു വ്യക്തിയാണ്. അത് മാത്രമല്ല, ആ ഒരു അറിവ് ഈ ഒരു ബർത്തിൽ മറ്റുള്ളവർക്ക് കൊടുക്കാനാണ് നിങ്ങൾ വന്നത്. നിങ്ങൾ ആ ഒരു ബർത്തിൽ എന്തൊക്കെ നിങ്ങളുടെ സോൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഈ ഒരു ബർത്തിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് എന്നാണ് ഇവിടെ ജെമിനി എന്ന് പറയുന്ന കാർഡ് കാണിക്കുന്നത്. അത് കമ്മ്യൂണിക്കേഷനിലൂടെയാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെസ്സേജ് എന്ന് പറയുന്നത് ഈ സെക്സ്റ്റിൽ എന്ന് പറയുന്ന ഒരു കാർഡാണ്. അപ്പോൾ ആ ഒരു കാർഡ് കാണിക്കുന്നത് നിങ്ങളുടെ മുൻജന്മ കർമ്മം, എന്തൊക്കെ കർമ്മങ്ങൾ നിങ്ങൾ മുൻജന്മത്തെ ചെയ്തിട്ടുണ്ടോ അത് നിങ്ങളുടെ ജോലിയായിരിക്കാം. നിങ്ങൾ എന്ത് ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത്, നിങ്ങൾ എന്ത് കർമ്മമാണ് അവിടെ നിർവഹിച്ചുകൊണ്ടിരുന്നത്, ആ ഒരു കർമ്മവും ഈ ഒരു ജന്മത്തിലെ നിങ്ങളുടെ സോൾ പേർപ്പസും തമ്മിൽ ഒരേ ഇതായിട്ടാണ് വരുന്നത്. ആ ഒരു ജന്മം നിങ്ങൾ ചെയ്ത കാര്യം തന്നെയാണ് ഈ ഒരു ബർത്തിലെ നിങ്ങളുടെ സോൾ പേർപ്പസ്. അത് വളരെ റെയറായിട്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരിക. സെയിം ആ ഒരു ബർത്തിൽ തന്നെ ഈ ഒരു ബർത്തിൽ വരുന്നത് റയറാണ്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ കഴിഞ്ഞ ബർത്തിൽ തന്നെ നിങ്ങൾ ഓൾറെഡി ആ ഒരു സ്പിരിച്വൽ തലം അച്ചീവ് ചെയ്യേണ്ട തലത്തിലോട്ടേക്ക് എത്തിയതാണ്. ഈ ഒരു ബർത്തിൽ അത് മറ്റുള്ളവർക്ക് കൊടുക്കുക, മേ ബി നിങ്ങൾ മറ്റുള്ളവർക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഗുരുതുല്യനായ ആളായിരിക്കും. അപ്പം അതിലോട്ടേക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ബർത്ത് എടുത്തത്. അപ്പം അതുകൊണ്ടാണ് ആ ഒരു ആത്മീയ സാധനൻ്റെ ഏകദേശം അവസാന ഘട്ടത്തിൽ അവിടെ എത്തിയത് കൊണ്ടാണ് ഈ ഒരു ബർത്തിലും അവിടെ ചെയ്ത സെയിം കാര്യം തന്നെ ഈ ബർത്തിലെ ലൈഫ് പേർപ്പസ് സോൾ പേർപ്പസ് ആയിട്ടും അലൈനായിട്ട് ഒരു ഹാർമണി ആയിട്ട് വരുന്നത്. ഓവറോളായിട്ട് പറഞ്ഞു കഴിയുമ്പം ഈ 9000 എന്ന് പറയുന്ന ഒരു എനർജി ഇവിടെ വന്നതുകൊണ്ട് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു ദൈവിക പിന്തുണ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പിരിച്വൽ ജേണിയിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഗുരു എന്ന് പറയുന്നത് ഇന്നർ ഗുരുവാണ്. പുറത്ത് നിങ്ങൾ ഗുരുവിനെ തപ്പി പോവണ്ട, അത് വരേണ്ട സമയമാകുമ്പോൾ വരും. നിങ്ങൾ നിങ്ങളുടെ ഇന്നർ ഗുരുവിനെ ഉണർത്തുവാണ് വേണ്ടത്. ആ ഒരു ഇന്നർ ഗുരുവാണ് നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ഗുരു. പിന്നെ ഈ ഒരു 11,000 എന്ന് പറയുമ്പം ആ ഒരു കാർമിക് സൈക്കിൾ നിങ്ങൾക്ക് ഏകദേശം കംപ്ലീറ്റ് ആവുന്ന തലത്തിലോട്ടേക്ക് നിങ്ങൾ വരുന്നുണ്ട്. മീൻസ് ഈ ഒരു ബർത്ത് നിങ്ങളുടെ ലാസ്റ്റ് ബർത്ത് ആയിരിക്കും. ആ മോക്ഷത്തിലേക്ക് നിങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബർത്തിൽ പുറത്തുള്ള ഒരു ഗുരുവിനേക്കാളും നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ഇന്നർ ഗുരുവിനെ ഉണർത്തുക എന്നുള്ളതാണ്. ഈ ഒരു ബർത്തിൽ നിങ്ങൾക്ക് തിരിച്ചറിവ് വരും, ഇന്നർ ഗുരുവാണ് വേണ്ടത്, പുറത്തുള്ളതല്ല എന്നുള്ളത്. അപ്പോൾ അത് ലാസ്റ്റ് ഘട്ടത്തിലോട്ടേക്ക്, മോക്ഷത്തിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിലോട്ടേക്ക് കടക്കുന്നതാണ്. മോക്ഷം എന്ന് പറയുമ്പോൾ നമ്മൾ ആ ആത്മീയ തലത്തെ അച്ചീവ് ചെയ്യുന്നതാണ്, നമ്മളായിട്ട് നമ്മളെ അസ്തിത്വത്തെ അച്ചീവ് ചെയ്യുന്നതാണ്. അപ്പോൾ അതാണ് ഇവിടെ വരുന്നത്. മീൻസ് നിങ്ങൾ ആരാന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു കാണുന്ന തലത്തിലോട്ടേക്ക് വരുന്നതിനെയാണ് ഇവിടെ ഈ ഒരു 11,000 കാണിക്കുന്നത്, 12,000 കാണിക്കുന്നത്. അതുപോലെ ഇത് ഒരു അദൃശ്യ ലോകത്തെ കൂടി കാണിക്കുന്നതാണ്. മീൻസ് നമ്മുടെ ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായും നിയന്ത്രണത്തിലായി കഴിഞ്ഞതിന് ശേഷം ആണ് നമുക്ക് പുറത്തുള്ള സൂക്ഷ്മ ശക്തികളെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ സൂക്ഷ്മതലത്തിലുള്ള കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് ഈ ഒരു ബർത്തിൽ വരേണ്ട ഒരാളാണ്. അതുകൊണ്ടാണ് ഇവിടെ മോക്ഷം അതുപോലെ അദൃശ്യ ലോകത്തെയും കാണിക്കുന്നത്. അപ്പം നോക്കിയത് മുൻജന്മത്തിലെ ഉപാസനാമൂർത്തി ആരാണ് എന്നുള്ളതാണ്. ത്രിപുരസുന്ദരിയും കാളിയാണ് വന്നിരിക്കുന്നത്. അതുപോലെ കുണ്ടലിനി എനർജി ആക്ടിവേഷൻ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതും വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ത്രിപുരസുന്ദരി കാണിക്കുന്നത് ശ്രീവിദ്യ ഉപാസന, കാളിദേവി കാണിക്കുന്നത് അതിസൂക്ഷ്മമായിട്ടുള്ള രഹസ്യ ഉപാസന, കാളിദേവിയെ ഉപാസിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് തലങ്ങളിലൂടെയും നിങ്ങളുടെ ആത്മാവ് കടന്നു വന്നിട്ടുണ്ട്. ഒരു എനർജി ഒരു മൂർത്തിയിൽ മാത്രമല്ല. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ ഈ ആത്മീയ ജീവിതം, ആത്മീയ യാത്ര എന്ന് പറയുന്നത് പല ജന്മങ്ങളിലൂടെ നമ്മൾ കടന്നു വന്നതാണ്. പല ജന്മത്ത് പല മൂർത്തികളെ ആയിരിക്കാം നമ്മൾ ഉപാസിച്ചത്. അപ്പോൾ ഈ രണ്ട് മൂർത്തികളിലൂടെ നിങ്ങളുടെ എനർജി അങ്ങേയറ്റം സ്പിരിച്വൽ തലത്തിലോട്ടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മെയിനായിട്ട് ഈ രണ്ട് എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ റീഡിങ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.